So, guys, welcome back. I am Savi, a middle class Malaboy from എറണാകുളം. ഇതെൻ്റെ ഫസ്റ്റത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ഇതിലെനിക്കുണ്ടായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒറ്റയ്ക്കൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുമ്പോൾ ഒരുപാട് ധൈര്യമൊക്കെ വേണം. കാരണം കൂട്ടിനൊന്നും നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നല്ല റേറ്റ് കുറഞ്ഞ സമയത്തായിരുന്നു ഞാൻ എടുത്തത്. അത് ഞാൻ മേക്ക് മൈ ട്രിപ്പ് ത്രൂ തന്നെയാണ് ഞാൻ കൂടുതലും ട്രാവൽ ചെയ്യുമ്പോൾ എടുക്കാറുള്ളത്. പിന്നെ ഈ സിമ്മിൻ്റെ കാര്യം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ സിം എടുത്തിട്ട് പോകണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളുടെ മൂഡ് എങ്ങനെയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആ സമയത്ത് ഇവിടെ നിന്ന് തന്നെ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് സിം കിട്ടും. എനിക്ക് ഏകദേശം ഒരു 7999 ആയിരുന്നു സിം എടുത്ത് വെക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. ഇമിഗ്രേഷനിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമിഗ്രേഷനിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് നേരത്തെ തന്നെ ഇമിഗ്രേഷൻ സ്കിപ്പ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ആ ഇമിഗ്രേഷൻ സ്കിപ്പ് ചെയ്യാനുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. പിന്നെ ഞാൻ മലേഷ്യയിൽ എനിക്ക് 10:50 ഫ്ലൈറ്റ്. ഞാൻ മലേഷ്യയിൽ അവിടുത്തെ ടൈം നമുക്ക് ഇവിടുത്തെ ടൈം അവിടുത്തെ ടൈം നമ്മൾ 2.5 മണിക്കൂറത്തെ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ എത്തുമ്പോൾ കൂടുതലും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ബസ് സർവീസ് എടുക്കാൻ ശ്രമിക്കുക. കസ്റ്റമൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് ബസ് സർവീസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ. കാരണം ചെറിയ പൈസയെ നമുക്ക് ആകുന്നുള്ളൂ. ഞാൻ പോയ വണ്ടി ഇതാണ് കേട്ടോ. എനിക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് ആകെ ഒരു 20 റിങ്കറ്റേ വന്നിട്ടുള്ളൂ. അത് ഏകദേശം നമ്മുടെ നാട്ടിലൊരു 450 ആ റേഞ്ച് ആയിരിക്കും. നമുക്കൊരു 2 മണിക്കൂർ ട്രാവൽ ഉണ്ടാവും. ആ സമയത്ത് നല്ല സുഖസുന്ദരമായിട്ട് നമുക്ക് ഉറങ്ങിയൊക്കെ കഴിഞ്ഞ് 2 മണിക്കൂർ നല്ല ക്ഷീണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് അവിടുത്തെ KL സെൻട്രൽ എന്ന് പറഞ്ഞ ഒരു മെയിൻ ഹബ്ബ്, മെയിൽ സെൻട്രലാണ് ശരിക്കും അവിടുത്തെ മെയിൻ ഹബ്ബ്. അവിടെ നിന്ന് കണക്ഷൻ ബസ് ട്രെയിനുകൾ അതേപോലെ തന്നെ ബസ് സർവീസ് എല്ലാം കൂടുതലുള്ളത് അവിടെയാണ്. പിന്നെ ഞാൻ KL സെൻറ്ററിൽ ഇറങ്ങി. അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻ്റർനാഷണൽ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം അവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ വലിപ്പം. കാരണം നമ്മൾ വേറൊരു കൺട്രിയിലേക്ക് പോകുമ്പോൾ എല്ലാ ബിൽഡിങ്ങുകളും ഒന്നിനൊന്നും മികച്ചതായിരിക്കുള്ളൂ. അവരെ കാണാൻ നല്ല ഭംഗി തന്നെയായിരുന്നു. പിന്നെ അവിടുത്തെ റോഡുകളെ പറ്റി ഒന്നും പറയാനില്ല. നല്ല അടിപൊളി റോഡുകളാണ്. നല്ല ഒഴുകി കിടക്കുന്ന പോലത്തെ റോഡുകളാണ് അവിടെ കിടക്കുന്നത്. പിന്നെ നമുക്കിവിടെ കൂടുതലും നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് മെട്രോ ഉണ്ട്, അതേപോലെ ബസ് സർവീസും ഉണ്ട്. ഞാൻ ആദ്യം ചെന്ന സമയത്ത് തന്നെ ഞാൻ റൂം ചെക്ക് ഇൻ ചെയ്യാനൊന്നും നിന്നില്ല. നേരെ ഞാൻ പോയത് നമ്മളുടെ ബത്തു കേവിലേക്കുള്ളതാണ്. പിന്നെ കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എവിടെ പോകണമെങ്കിലും അവിടെ മെട്രോയും കാര്യങ്ങളുണ്ട്. പക്ഷെ അവിടെ ക്യാഷ് ആക്സെപ്റ്റ് ചെയ്യില്ല. നമ്മുടെ ഇന്റർനാഷണൽ കാർഡ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. നമുക്ക് അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് നമുക്ക് ഓൺലൈൻ എടുത്ത് നമുക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ടിക്കറ്റ് കിട്ടും. അതേപോലെ ബത്തു കേവിലേക്കായിരുന്നു ഞാൻ ഫസ്റ്റ് പോയത്. കാരണം ഞാൻ അവിടെ ഇറങ്ങി റൂം ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സമയം വൈകുള്ളാന്ന് ഉള്ളതുകൊണ്ട് ഞാൻ ബത്തു കേവിലേക്കാണ് പോയത് ഫസ്റ്റില്. അങ്ങോട്ട് പോകാൻ എനിക്ക് അപ്പ് ആൻഡ് ഡൗൺ വന്നത് 4.5 റിങ്കറ്റ് ആണ്. നമ്മുടെ ഇവിടുത്തെ റിങ്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 രൂപ ഇന്ത്യൻ മണി. അപ്പം എനിക്ക് അപ്പ് ആൻഡ് ഡൗൺ ഞാൻ അങ്ങനെ തന്നെയാണ് എടുത്തത്. പിന്നെ നമ്മളുടെ നാട്ടിലെ പോലെ ഒന്നുമില്ല കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ നിൽക്കാനും എസ്കലേറ്ററിലേക്ക് പോകാനൊക്കെ എല്ലാവരും ക്യൂവും കാര്യങ്ങളൊക്കെ നല്ല ക്ഷമയോടൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ആ സിസ്റ്റമൊക്കെ നമ്മളുടെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കുള്ളൂ. ബത്തു കേവിലൊരു കാണുമ്പോൾ നമുക്കൊരു ഫീൽ വന്നത്, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 272 അടിയോളം ഉയരമുണ്ട്, സ്റ്റെപ്പുകളുണ്ട്. ആ 272 സ്റ്റെപ്പുകൾ കയറുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര പരിപാടിയല്ല. കാരണം ഞാൻ നിർത്തിയെടുത്ത് ഞാൻ 2 കുപ്പി വെള്ളം മുഴുവൻ കുടിച്ച് തീർത്തായിരുന്നു. അവിടുത്തെ ആ ഒരു ക്ലൈമറ്റും പിന്നെ അവിടുത്തെ ആ നേച്ചറൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു രസവും ഒരു സുഖമൊക്കെ തോന്നും. ഇത് അവിടെ തന്നെയുള്ള തൊട്ടടുത്ത ബത്തു കേവിൻ്റെ അകത്തേക്ക് കയറണ തൊട്ട് മുമ്പുള്ള ഒരു ശില്പം ഉണ്ടാ. പിന്നെ ഇവിടെ ടിക്കറ്റ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം 15 റിങ്കറ്റാണ്. ഇവിടെ അതിൻ്റെ അകത്ത് നമ്മളുടെ ശ്രീരാമൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഉള്ള ഒരു സംഭവങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഗുഹയാണ്. അതിൻ്റെ അകത്ത് അത്യാവശ്യം കൊള്ളാം, നല്ല രസം ഉണ്ടായിരുന്നു. ലൈറ്റ് സെറ്റിങ്സ് ആകട്ടെ, അത് ആ
ശ്രീരാമന്റെ ഓരോ കാര്യങ്ങൾ, ശ്രീരാമന്റെ ജീവിതത്തിൽ നടന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും അവരൊരു കഥ പോലെ ഒരു സെറ്റ് ചെയ്ത് വെച്ചേക്കണേ, ഒരു ടാബ്ലോ പോലത്തെ ഒരു സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി തന്നെ. ലൈറ്റ് സെറ്റിങ്സും അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ചരിത്രങ്ങൾ അറിയില്ലെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ചരിത്രങ്ങളൊക്കെ അറിയാൻ പറ്റും, ആ ഐതിഹ്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതിൻ്റെ അകത്ത് കയറുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ടായിരുന്നു. കാരണം അതിൻ്റെ അകത്ത് തന്നെ ആ ഗുഹ തന്നെ അത്യാവശ്യം നല്ല പ്രായമുണ്ടല്ലോ. അപ്പൊ അതിൻ്റെ അകത്ത് കുറച്ച് നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അങ്ങനെ എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ പുറത്ത് തന്നെ അതിൻ്റെ കുറേ മയിലുകളും അതേപോലെ ചെറിയ പക്ഷികളെയൊക്കെ വളർത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ നമ്മൾ 10 കിലോമീറ്റർ അങ്ങാട് പോകുന്ന ടൈമിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ അറ്റത്തുനിന്നൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമായിരുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ കുറെ മീനുകൾ വളർത്തുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പിലോപ്പിയാണെന്നാണ് തോന്നുന്നത്, അതേപോലെ തന്നെ എനിക്ക് തോന്നിയത്. പക്ഷെ രസമാണ്. കാലത്ത് തന്നെ പോയിച്ചത് കൊണ്ട് നമുക്ക് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ കാലത്ത് നമ്മൾ ദൂരമുള്ളതൊക്കെ നമുക്ക് കാലത്ത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ട്രിപ്പ് പോകുമ്പോൾ. ഇത് ഞാൻ ഒരിക്കലും ഞാനൊരു ട്രാവൽ ഏജൻസി വേറെ ഒന്നിനും ഞാൻ അപേക്ഷിച്ചിട്ടില്ല. അതല്ലാതെ തന്നെ എല്ലാം ഞാൻ സ്വന്തമായിട്ട് തന്നെ കസ്റ്റമൈസ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ ഒറ്റക്ക് പോകുമ്പോൾ നമുക്ക് പിന്നെ കുറച്ച് ധൈര്യം മാത്രം മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ധൈര്യം വേണം. പിന്നെ ഈ 272 സ്റ്റെപ്പ് കയറുക എന്ന് പറയുന്നത് നിസ്സാര സംഭവമല്ല. അത്യാവശ്യം നല്ല സ്റ്റാമിന വേണം. കയറി 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 നമ്മളൊരു ബിത്തോ, പിന്നെ കൂടെ ആരും ഇല്ലാത്ത കാരണം പയ്യെ പയ്യെ കയറാൻ പറ്റുള്ളൂ. കാരണം കാല് കുറച്ച് നേരം കഴിയുമ്പോൾ ഇടറും. കാരണം ഈ മുട്ടിനൊക്കെ ഒരു ബലത്തിൻ്റെ ഒരു ഇത് വരും. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതിന് മുകളിൽ ചെന്ന് കഴിയുമ്പോൾ നല്ല രസമാണ്. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ അതേപോലെ അമ്പലങ്ങളുണ്ട്. പിന്നെ അവിടെ കേട്ടേക്കണ മൊത്തം അവർ പ്ലേ ചെയ്തേക്കണ പാട്ടുകൾ മുഴുവൻ നമ്മുടെ തമിഴ് പാട്ടുകൾ തന്നെയാണ്. പിന്നെ അതിൻ്റെ ഒരു നമ്മളെ കൊടൈക്കനാലിലെ ആ ഒരു ഫീലായിക്കൂടെ എത്തുമ്പോൾ ആ കേവ് കാണുമ്പോൾ തോന്നുന്നത്. പിന്നെ കൊള്ളാം, രസമായിരുന്നു. പിന്നെ ഇതൊക്കെ തൊട്ട് നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒറിജിനലാണ്. പിന്നെ ഒരു ചെറിയ പേടി വരും അതിൻ്റെ അകത്ത് നിന്ന് കഴിയുമ്പോൾ തന്നെ. കഷ്ടപ്പാട് കഴിഞ്ഞ് ഞാൻ കുറേ നേരം കഴിഞ്ഞ് 450 സ്റ്റെപ്പ് കയറി ഇറങ്ങുകയും ചെയ്ത് ഞാൻ താഴത്തെത്തി. പിന്നെ അവിടെ കുറേ നമുക്ക് ഒരു ഇതുണ്ട് കേട്ടോ. കാണാനൊക്കെ പോയി കഴിയുമ്പോൾ കുറച്ച് പേരൊക്കെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് തരും. പിന്നെ അവിടെ തന്നെ കുറേ പ്രാവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അതപ്പോൾ ഫീഡ് ചെയ്യാൻ വേണ്ടി അവിടെ ഉള്ളത് സംഭവം പൈസ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പോയത് ചൈനീസ് മാർക്കറ്റിലേക്കാണ്. അവിടെ അത്യാവശ്യം വിലക്കുറവുള്ള നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ, പിന്നെ അതേപോലെ കുറേ ഐറ്റംസ് പോയി. അതിനുശേഷം ഞാൻ രാത്രി ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാബ് ആണ് അവിടെ, നമ്മുടെ ഊബറൊക്കെ പോലെ ഗ്രാബാണ് അവിടെ ഉള്ളത്. ഗ്രാബ് ബുക്ക് ചെയ്യണം. കാരണം എനിക്ക് പുറത്തേക്ക് വേണ്ടി ഗ്രാബ് എടുക്കണം. കാരണം എനിക്ക് ടിൻ ടവർ കാണാൻ വേണ്ടി പോകണം നൈറ്റ്. അത് മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ബ്യൂട്ടി കണ്ടിട്ടുണ്ടല്ലോ, ശരി നമ്മൾ കുറേ നേരം ഇങ്ങനെ അവിടെ നിന്ന് പോകും. അത്ര ബ്യൂട്ടിഫുള്ളാണ്. ഒരുപാട് ആൾക്കാർ, എന്തോരം ആൾക്കാർ. ഞാൻ പോയ സമയം എന്ന് പറഞ്ഞാൽ 11:30, അവിടുത്തെ 11:30. ഇത്ര ആൾക്കാരുണ്ടായിരുന്നു. ഫോട്ടോ അവിടെ കൂടുതലും ഇവിടെ സ്കാംസ് കിടക്കണത് ഫോട്ടോ എടുത്ത് തരാന്നൊക്കെ പറഞ്ഞ് ഒരു ഫോട്ടോന് ഇത്ര റിങ്കറ്റ്, 1 റിങ്കറ്റ്, 10 റിങ്കറ്റ് ഒക്കെ ആയിരുന്നു ഒരു ഫോട്ടോന് വന്നത്. ഭയങ്കര റേറ്റ് ആണ്. സ്കാംസ് അങ്ങനെ ഇടക്കാം. കാരണം അവർ ഒരു ഫോട്ടോ 2 ഫോട്ടോ എന്നൊക്കെ പറയും. നമ്മുടെ 5-8 ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ഞാൻ എൻ്റെ എല്ലാ ഫോട്ടോസും അവിടെ ഞാൻ മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കും, അവർ നമ്മൾക്ക് എടുത്തു തരും. അങ്ങനെയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ കിട്ടി. നൈറ്റ് വ്യൂ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം പകൽ പോയി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു എന്താ വെയിലും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതിനുശേഷം ഞാൻ കാലത്ത് വെക്കേറ്റ് ചെയ്തു. അതിനുശേഷം അവിടെ താഴത്തേന് നല്ല ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ താമസിച്ച റൂമിൻ്റെ താഴത്ത് നല്ല ഫുഡ് ഉണ്ടായിരുന്നു. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഫുഡ് എനിക്ക് അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ചോറുണ്ടായിരുന്നു. കാരണം നമ്മൾ എത്ര പോയി കഴിഞ്ഞാൽ എത്ര മലയാളികളാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ചോറായിരിക്കുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ മിസ് ചെയ്യാറുണ്ട്. കാരണം ഫുഡൊന്നും അധികം ഒന്നും എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. കാരണം 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് പോകുന്നതാണ്. പിന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നു ഫുഡ്. നമ്മുടെ അവിടുത്തെ പോലത്തെ ചോറല്ലെങ്കിലും ഇത് റൈസ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ. കൊള്ളാറുണ്ട്. പിന്നെ സ്പൂണും ഫോർക്കൊന്നും നമ്മൾ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ കൂടുതലും ചിക്കൻ തന്നെയാണ് യൂസ് ചെയ്തത്. വേറൊരു ഇതിലേക്കൊന്നും പോയില്ല.
കാരണം എനിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം കൊണ്ട് ഞാൻ ചിക്കനായിരുന്നു കൂടുതലും യൂസ് ചെയ്തത് കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആണ് ഞാൻ താമസിച്ച ഹോട്ടൽ പസഫിക് എക്സ്പ്രസ് ഹോട്ടൽ. ഇവർക്ക് തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. റൂമിന്റെ സർവീസ് ഒക്കെ നൈസായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി റൂം തന്നെയായിരുന്നു. ഞാനത് എല്ലാം ഞാൻ മേക്ക് മൈ ട്രിപ്പ് ത്രൂ തന്നെയാണ് ചെയ്തത്. പിന്നെ അതിനുശേഷം റൂമിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയായിരുന്നു സെൻട്രൽ മാർക്കറ്റ്. സെൻട്രൽ മാർക്കറ്റ് അതേപോലെയൊക്കെ തന്നെ ഈ കരകൗശലം അങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഒക്കെ ഉള്ള ഇതാണ്. അതേപോലെ ഇത് നമ്മുടെ മലയാളി ഹോട്ടലാണ്. ഇന്ത്യൻ ഇത് ആ പയ്യനും മലയാളി തന്നെയാണ്, നമ്മുടെ മലയാളി ഹോട്ടലാണ്. പക്ഷെ ഞാൻ ഫുഡും കാര്യങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വരുന്നത് നമ്മളുടെ സെൻട്രൽ മാർക്കറ്റിന്റെ അകത്താണ്. സെൻട്രൽ മാർക്കറ്റിന്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മലയാളി ഫുഡ് കഴിക്കാട്ടാ. ഇതാണ് സെൻട്രൽ മാർക്കറ്റ്. അതിന്റെ അകത്ത് നമുക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളീസ് ഫുഡ് ഉണ്ട് അവിടെ, കേരള ഫുഡാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ പർച്ചേസും കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ ചെന്ന ദിവസം തന്നെ ചെയ്തുകൊണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെപ്പോഴും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. പിന്നെ ഇത് KL സിറ്റി ഓഫ് ലൈറ്റ്സ് കേട്ടോ. ഇത് നമ്മളൊരു 800 റുപ്പീസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ 2 മണിക്കൂർ തൊട്ട് 4 മണിക്കൂർ വരെ നമുക്ക് സിറ്റി മൊത്തം കൊണ്ടേ കാണിക്കും. അത് നല്ല അടിപൊളിയാണത്. എല്ലാ രാജ്യത്തും ഒരേപോലെ ഒരു ടൈം സ്ക്വയർ ഉണ്ടാവും. അതേപോലത്തെ ഒരു ടൈം സ്ക്വയർ മാളാണിത്, പുക്കറ്റിംഗ് ബിൻ ബാക്ക്. അപ്പോൾ മലേഷ്യ പോകുമ്പോൾ ഇവിടെ മിസ്സാക്കരുത്. നൈറ്റ് ആ ടൈം സ്ക്വയർ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അവിടെ എന്തോ പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണായിരുന്നു. ഇത് ഒറിജിനൽ ഒന്നും ഉള്ളു കേട്ടോ. അവിടെ എന്തോ ഒരു ഫങ്ഷൻ എന്തോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കണായിരുന്നു. പിന്നെ എല്ലാവരും അവിടെ നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കൊള്ളാറും നല്ല രസമുണ്ടായിരുന്നു കാണാൻ തന്നെ. പിന്നെ ഓരോരുത്തർ അവിടെ നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ഓരോരുത്തരും ഓരോ പോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ സമയത്ത് ഞാൻ കുറെ പേരോട് ചോദിച്ചായിരുന്നു. അപ്പൊ എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നു, തിരക്കുകളിലാണ്. അപ്പൊ എനിക്കൊന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു കുറച്ച് ബുദ്ധിമുട്ട് കിട്ടി. പിന്നെ ഇത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിന്റെ കൂടെ നിന്നിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ ആ മാളുടെ അകത്ത് തന്നെ ഒരു 7-Eleven ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും കേട്ടോ. ഞാൻ KL സെന്ററിലേക്ക് വന്നിട്ട് വേണം എനിക്ക് അവിടെ നിന്ന് വേണം ബസ് കയറി വേണം എനിക്ക് പോകാൻ എയർപോർട്ടിലേക്ക്. നമുക്ക് ഇനി അവിടുത്തെ ഒരു സെറ്റപ്പ് കണ്ടത് ടോക്കൺ പോലത്തെ ഒരു സംഭവമാണ് അവിടെ. പക്ഷെ ഞാൻ KL സെന്ററിൽ ഇറങ്ങിയതിന് ശേഷം ഒരു ജ്യൂസ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ ജ്യൂസ് മേക്കർ നമുക്ക് അതിന് ലൈവായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ കുറെ നാളെ ആഗ്രഹിക്കണം ഇങ്ങനെ ഒരു സംഭവം ഒന്ന് ചെയ്ത് നോക്കണമെന്നുള്ളത്. നല്ല രസമായിരുന്നു കേട്ടത്. നമ്മൾ ഫസ്റ്റ് പേയ്മെന്റും കാര്യങ്ങളും സെലക്ട് ചെയ്യുക. പേയ്മെന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല രസമാണത്. ഈ ഓറഞ്ച് ഇങ്ങനെ ഒന്ന് വീഴണതും നെയ്ക്കണതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ടേസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അത്ര ആ പിയർ വേറെ വെള്ളമൊന്നും ചേർക്കാത്തതിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കയ്പിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് തിരിച്ചു പോകാനുള്ള വന്നേക്കണ വണ്ടിയാണിത്. അത് നമുക്ക് മോളിൽ നിന്ന് തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വരണം. സെയിം റേറ്റ് തന്നെയായിരുന്നു. നമ്മുടെ നാട്ടിൽ 450 രൂപ. പിന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് 4 മണിക്കൂർ ഡിലേ ആയിരുന്നു. അവർ തന്നൊരു സംഭവമാണിത്. അകത്തുണ്ടായ ഐറ്റംസ് ആണിത്. 4 മണിക്കൂർ ഡിലേക്ക് അവർ തന്ന ഐറ്റംസ് ആണിത്. സോ വീഡിയോ പത്രങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്.